വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. നമ്മളുടെ എല്ലാ ഭവനങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന മനുഷ്യരുണ്ട്. തൊഴിൽ നമുക്ക് അനിവാര്യമായ ഒരു ഘടകമാണ്. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ ചിലരൊക്കെ വീട്ടമ്മമാരായൊക്കെ ഉണ്ടെങ്കിലും, ചിലപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില റിട്ടയേർഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിലും, നമ്മളെല്ലാവരും ബന്ധപ്പെട്ടിരിക്കുന്നൊരു മേഖലയാണ് തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ മേഖല. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ പ്രത്യേകമായ പരിദേവനങ്ങളിലൊന്നാണ് തൊഴിലുമായി ബന്ധപ്പെട്ട വിലാപങ്ങൾ. പ്രിയമുള്ളവരെ, സ്വന്തം തൊഴിലിൽ സംതൃപ്തി കണ്ടെത്താനാവാത്ത വ്യക്തികളെ ഈ ലോകത്ത് നമ്മൾ നിരന്തരമായി കണ്ടുമുട്ടാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ തൻ്റെ തൊഴിലിൽ സംതൃപ്തിയുള്ള വ്യക്തികളെ ആ സ്ഥാപനത്തിൽ കണ്ടുമുട്ടുക പ്രയാസമാണ്. നമ്മൾ പോകുന്നിടങ്ങളിലൊക്കെ നമ്മളുടെ ചെവിയിൽ ആ സ്ഥാപനത്തിലെ നമ്മളുടെ മുതിർന്ന മേധാവികളെക്കുറിച്ച്, ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരെക്കുറിച്ച്, താൻ ചെയ്യുന്ന ജോലിയുടെ പ്രത്യേകമായ ജോലി ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളുടെ കാഠിന്യത്തെക്കുറിച്ച് ഒക്കെ നിരന്തരം പരിദേവനങ്ങൾ നൽകുന്ന പറയുന്ന വ്യക്തികളെ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോഴെങ്കിലും ഇവരോടൊപ്പം ചേരുവാൻ ഇവർ നമ്മളെ നിർബന്ധിക്കാറുണ്ട്. ഒരു ക്രിസ്ത്യാനി ഒരു തൊഴിലിടത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ ക്രിസ്ത്യാനി എങ്ങനെയാണ് പെരുമാറേണ്ടത്? നമ്മുടെ കുടുംബത്തിൽ തൊഴിൽ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ നമ്മളുടെ കുടുംബത്തിലെ തൊഴിലാളികളെ, തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരെ, അവരനുഭവിക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട വേദനകളിൽ എങ്ങനെയാണ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതെന്ന് നമ്മൾ അറിയണം. തൊഴിലുമായി ബന്ധപ്പെട്ടാണ് നിരവധി പേർ ഡിപ്രഷനിലായിരിക്കുന്നത്, നിരവധി പേർ അസ്വസ്ഥരായിരിക്കുന്നത്. കുടുംബജീവിതത്തിൽ പരാജയം സംഭവിക്കുവാൻ പോലും തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ ഒരു ബോധ്യം, അതിനെ എങ്ങനെ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളും എങ്ങനെ ഡീൽ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ധാരണ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യുകയും ഒരു ക്രിസ്ത്യാനി തൊഴിലിടത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് മക്കളെ പഠിപ്പിക്കുകയും കുടുംബത്തിൽ അതിനാവശ്യമായ എല്ലാ സപ്പോർട്ടും നൽകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ കുടുംബ പ്രേക്ഷകർ ഉൾപ്പെടുന്ന ഈ ഒരു വചനം തിരുവചന ശുശ്രൂഷയ്ക്ക് ഈ ഒരു വിഷയം സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരിചയപ്പെടുകയും എൻ്റെ അടുത്ത് ശുശ്രൂഷാ മേഖലകളിൽ കടന്നു വരികയും ചെയ്യുന്ന വ്യക്തികളുടെയൊക്കെ പരിദേവനങ്ങളിൽ നിന്ന് കൂടെയാണ് ഇത് വ്യക്തമായും ഈ ഒരു ബോധ്യവും സംസ്കാരവും നമ്മളിൽ വളരേണ്ടത് ആവശ്യമാണെന്ന ചിന്ത എനിക്കുണ്ടായത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ശക്തമായ ഒരു വചനം, അധ്വാനത്തെക്കുറിച്ചുള്ളൊരു വചനം ബൈബിളിൽ പറയുകയാണ്. സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ്: അധ്വാനമേതും ലാഭകരമാണ്. അധ്വാനമേതും ലാഭകരമാണ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇതൊരു സത്യപ്രസ്താവനയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഏത് ജോലിയാണെങ്കിലും ബൈബിൾ പറയുന്നത് അത് ലാഭകരമാണ് എന്നാണ്. എന്നാൽ നമ്മൾ പറയാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ ജോലി എനിക്ക് ലാഭകരമല്ല, എനിക്ക് സന്തോഷം തരുന്നില്ല. പ്രിയമുള്ളവരെ, ഈ സംസ്കാരം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റുവാൻ ശ്രമിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് വചനം ജോലിയെക്കുറിച്ച് നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്? നമുക്കറിയാം, ഒരു വരുമാനം നമുക്ക് ലഭിക്കുന്നൊരു മാർഗമാണ് നമ്മുടെ തൊഴിൽ. അപ്പോൾ നമ്മൾ അധ്വാനിക്കുന്നു, പക്ഷെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന രീതിയിൽ, സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നടക്കുന്ന രീതിയിൽ ആ തൊഴിലിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കുന്നില്ല. അപ്പോൾ ഈ തൊഴിൽ ലാഭകരമല്ല. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. അതിന് ആ തൊഴിലിടം എന്തു ചെയ്തു?
പ്രധാനപ്പെട്ട എൻ്റെ ചോദ്യമാണ്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുവാനും വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കുവാനും ഒക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ വികസിത രാജ്യങ്ങളിലെ ആളുകളുമായി ഇടപെടുവാനും വികസിത രാജ്യങ്ങളിൽ താമസിക്കുവാനും ഒക്കെ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. വികസിത രാജ്യങ്ങളിലുള്ളവർ പറയാത്ത പരാതികളാണ് പലപ്പോഴും ഒരു വികസ്വര രാജ്യമായ ഇന്ത്യയിലെ നമ്മളുടെ ആളുകൾ കൂടുതൽ പറയുക. തൊഴിലിനെക്കുറിച്ച് ഞാൻ കണ്ട വികസിത രാജ്യങ്ങളിലെ മനുഷ്യരുടെ ഒരു പ്രത്യേകത ഞാൻ പങ്കുവയ്ക്കാം. അവർ ഒന്നാമത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരൊരു തൊഴിലിടത്തിൽ പ്രവേശിച്ചാൽ അവർ കൊടുത്ത വാക്കിന് അവർക്ക് വിലയുണ്ട്. നമ്മൾ എവിടെയാണെങ്കിലും ഒരു തൊഴിലിടത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മളൊരു വാക്ക് പറയും, അല്ലേ? എന്താണ് വാക്ക്? ഈ തൊഴിൽ എനിക്ക് വേണം. അപ്പോൾ അവർ ശമ്പളം പറയും. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം എന്ത്, ആ തൊഴിലിൽ പ്രവേശിക്കണമോ വേണ്ടയോ എന്ന്. എന്നാൽ നമ്മൾ അവർ പറയുന്ന വാഗ്ദാനം കേട്ടതിനു ശേഷം നമ്മളുടെ ആ സ്ഥാപനത്തിൽ ചേരുവാനുള്ള, നമ്മുടെ കുടുംബത്തിലെ വ്യക്തികൾക്കാണെങ്കിലും ആരാണെങ്കിലും ആ സ്ഥാപനത്തിൽ ചേരുവാനുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ വരികയാണ്. കുടുംബത്തിൽ നമുക്ക് ആ സ്ഥാപനം ഏതാണെന്നറിയാം, അവിടെ ചെയ്യേണ്ട ജോലി എന്താണെന്നറിയാം, അവർ നൽകുന്ന വരുമാനം എന്താണെന്ന് നമുക്കറിയാം. കയറുന്നതിന് മുമ്പ് നമുക്കറിയാം. നമ്മൾ പറയുന്ന വാക്ക് എനിക്കിത് സ്വീകാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ അവിടെ കയറുന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ ഒരു ക്രിസ്ത്യാനി ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ക്രൈസ്തവ മൂല്യങ്ങളാൽ അടിയുറപ്പിക്കപ്പെട്ട് പണിതുയർത്തപ്പെട്ട വികസിത രാജ്യങ്ങളുണ്ടല്ലോ, അവിടെയാണ് ഞാൻ ഈ പറയുന്ന ആളുകളുടെ സ്വഭാവം ഞാൻ കാണുന്നത്. അവർ പറയുന്ന ഒരു സത്യസന്ധമായ ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ ഡീൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. നമ്മളവിടെ കയറുന്നതിന് മുൻപ് നമ്മളെല്ലാം അറിയുന്നു. ആ ജോലിയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾക്കും സമ്മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ജോയിൻ ചെയ്യുകയാണെന്ന് പറയുകയാണ്. പിന്നീട് നമുക്ക് അവിടെ നമ്മൾ യെസ് പറഞ്ഞ് കയറിയ ഏതെങ്കിലും ഒരു കാര്യം പോരാ എന്ന് വരികയാണെങ്കിൽ നമുക്കവിടെ നിന്ന് മാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശരിയല്ലേ? അവിടെ നിന്ന് മാറുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവിടെ നിന്ന് മാറുന്നത് വരെ അവിടെ കയറുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് വിലയുള്ളതായിരിക്കണം. അതായത് ഞാൻ ഈ ജോലി ചെയ്തു കൊള്ളാം, നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ കയറിയത്. വികസിത രാജ്യങ്ങളിൽ ജനിച്ചു വീണവർ, പരിശീലനം കിട്ടിയവർ പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഐ ആം ഹയേർഡ്, സോ ഐ ഹാവ് ടു ബി റെസ്പോൺസിബിൾ. അതായത് ഈ ജോലിക്ക് വേണ്ടി ഇവരെന്നെ വാക്ക് പറഞ്ഞ് ഈ പ്രതിഫലം തരാമെന്ന് പറഞ്ഞ് ഇന്ന ജോലിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എൻ്റെ സേവനത്തെ അവർ ഹയർ ചെയ്തിരിക്കുകയാണ്, വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. ഇനി അവർ പറഞ്ഞിരിക്കുന്ന സമയത്ത് അത് കൃത്യമായി ചെയ്യുക എന്നത് എൻ്റെ വാക്കാണ്. അതുകൊണ്ട് ഈ സമയത്ത് മറ്റൊന്ന് ചെയ്യാനോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുവാനോ ഇതിനെ വിജയിപ്പിക്കാതിരിക്കാനോ എനിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണമെന്ന് പറഞ്ഞിട്ട് ജോലി സമയത്ത് അവർ ഒരു കംപ്ലൈൻറ്റും പറയില്ല. അവർ ആ ജോലി കൃത്യമായി നിർവഹിക്കും. പക്ഷേ അവർക്കിഷ്ടപ്പെടാത്തൊരു സാഹചര്യം എന്തെങ്കിലും വന്നാൽ അവർ ആ കമ്പനിയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. അല്ലാതെ അവിടെ നിന്നുകൊണ്ട് അവർ താൻ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുകയോ താൻ പറഞ്ഞ വാക്കിന് വിപരീതമായി കമ്പനി എന്നെ സഹായിക്കുന്നില്ല എന്ന് പറയുകയോ ചെയ്യുകയില്ല. കാരണം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ കയറുന്നതിന് മുൻപ് നമ്മളോട് എല്ലാം പറയുകയും നമുക്ക് വാക്ക് തരികയും ആ വാക്ക് അനുസരിച്ച് ഞാനിവിടെ പ്രവർത്തിക്കാമെന്ന ഒരു നട്ടലുള്ള വ്യക്തിയുടെ വാക്ക് നമ്മൾ കൊടുക്കുകയും അവിടെ നമ്മൾ കയറുകയുമാണ്. വി ആർ ഹയേർഡ്. അവർ സർവീസ്, അല്ലേ, നമ്മുടെ സർവീസ് അവർ ഹയർ ചെയ്യുകയാണ്. നമ്മുടെ കുടുംബത്തിലെ ഏതൊരു വ്യക്തിയും ഈ ഒരു ബോധ്യത്തിൽ വളരണം. ഇതൊരു ക്രിസ്ത്യാനി കൊടുത്ത വാക്കാണ്. അവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന വാക്കിന് സത്യസന്ധമായൊരു വിലയുണ്ട്. പിന്നീട് ആ വാക്ക് മാറ്റി അത് കൊള്ളത്തില്ല എന്ന് പറയാനോ ശരിയല്ല എന്ന് പറയാനോ നമുക്ക് അവകാശമില്ല. നമുക്ക് അവകാശമുള്ള ഒരേ ഒരു കാര്യം വളരെ മെച്ചപ്പെട്ടൊരു മേഖലയിലേക്ക് അവിടെ നിന്ന് മാറുക എന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കി ഒരു പരിദേവനം ഒരു ക്രിസ്ത്യാനി ചെയ്യാൻ പാടില്ല. ഒരു തൊഴിലിടത്തിൽ താൻ കൊടുത്ത വാക്കിനെ മറികടന്നുകൊണ്ടുള്ള ഒരു പരിദേവനം,
ഒരു ക്രിസ്ത്യാനി ചെയ്യാൻ പാടില്ല. അവൻ ചെയ്യേണ്ടത് അവൻ അവിടെ നിന്ന് മാറുവാനായിട്ട് അവന് പരിശ്രമിക്കാം. അത് അവൻ്റെ സാഹചര്യങ്ങൾ അനുവദിക്കുമെങ്കിൽ അവൻ ഉടനെ തന്നെ മാറുക. ഇല്ലാതെ അവൻ അവിടെ തുടരുകയാണെങ്കിൽ, അവൻ സത്യസന്ധനാണെങ്കിൽ, അവൻ നിർബന്ധിതനാണ് താൻ കൊടുത്ത വാക്കിനനുസരിച്ച് ആത്മാർത്ഥത അവിടെ കാണിക്കുക എന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള വാദഗതികൾക്കൊന്നും പ്രസക്തിയില്ല. അപ്പോൾ പിന്നെ ഇത് ലാഭകരമല്ല എന്ന് പറയുന്നതോ? പക്ഷേ എന്നാൽ ദൈവവചനം പറയുന്നത് ഇത് ലാഭകരമാണെന്നാണ്. എങ്ങനെയാണ് ഇത് ലാഭകരമാകുന്നതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേൾക്കുക. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-24 വാക്യം ഞാൻ വായിക്കാം. തൊഴിൽ, അതിനെക്കുറിച്ച് ദൈവം പറയുന്നൊരു വചനമാണ്. നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവർ, ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ട വചനമാണ്. നിങ്ങളുടെ ജോലി എന്തു തന്നെയാണെങ്കിലും, നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒരു അക്രൈസ്തവന് വേണ്ടിയാണെങ്കിലും, നിങ്ങൾ ജോലി ചെയ്യുന്നത് ഭൗതികമായി ഈ ലോകത്തിലെ ഏതെങ്കിലും കാര്യം, ചിലപ്പോൾ ഒരു അരി കച്ചവടം നടത്തുന്ന ഒരു സ്ഥാപനത്തിലായിരിക്കും നിങ്ങൾ ജോലി ചെയ്യുന്നത്, ഒരു തുണിക്കടയിലായിരിക്കും നിങ്ങൾ ജോലി ചെയ്യുന്നത്, ഒരു അക്കൗണ്ടിങ് ഫേമിലായിരിക്കും നിങ്ങൾ ജോലി ചെയ്യുന്നത്. ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം അറിയണം. അവിടെ ജോലി ചെയ്യുമ്പോൾ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ വേണം ജോലി ചെയ്യാൻ. ബൈബിളിലെ വചനം പറയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ഹൃദയ പരമാർത്ഥതയോടെ ജോലി ചെയ്താൽ നിങ്ങൾ ആ കമ്പനിക്കാരനെ അല്ല സേവിക്കുന്നത്. പിന്നെ ആരെയാണ് സേവിക്കുന്നത്? നിങ്ങൾ സേവിക്കുന്നത് ദൈവത്തെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വചനം പറയാൻ കാരണം? പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെ മൊത്തം നടത്തിപ്പ് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ ലോകത്തിൽ ഒരാൾ ബസ് ഡ്രൈവറാണ്. ബസ് ഡ്രൈവറായ വ്യക്തി ഒരു മനുഷ്യരെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നു. ഇയാൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ പങ്കാളിയാകുന്നത്? തീർച്ചയായും. കാരണം യാത്ര ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ദൈവ മക്കളുടെ ജീവിതത്തിലെ ആഗ്രഹം നിറവേറ്റുവാൻ വേണ്ടി ഒരു തൊഴിലാളിയെ ദൈവം ആഗ്രഹിച്ചു. ഒരു വ്യക്തി ആ തൊഴിൽ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചു. തൻ്റെ മക്കളെ ഇന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ എനിക്ക് വേണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ അതൊരു തൊഴിലായി രൂപാന്തരപ്പെട്ടതാണ് ഡ്രൈവർ. പള്ളിയിൽ പോകുന്നവരുണ്ടാകാം, വിവാഹത്തിന് പോകുന്നവരുണ്ടാകാം, ജോലി അന്വേഷിച്ച് പോകുന്നവരുണ്ടാകാം, ആശുപത്രിയിൽ പോകുന്നവരുണ്ടാകാം, വേദനാജനകമായ കാര്യങ്ങൾക്ക് പരിഹാരം അന്വേഷിച്ച് പോകുന്നവരുണ്ടാകാം. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഈ മനുഷ്യരെയെല്ലാം അവർ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ കൊണ്ടെത്തിക്കുവാനുള്ളൊരു ജോലി ചെയ്യുമ്പോൾ അയാൾ അറിയേണ്ടത് ദൈവത്തിൻ്റെ മക്കളുമായി വാഹനത്തിൽ അവരെയും കൊണ്ട് യാത്ര ചെയ്യുവാനുള്ള ഉത്തരവാദിത്തമാണ് ഞാൻ ചെയ്യുന്നതെന്നാണ്. ലോകത്തിലെ വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വ്യക്തികൾ ഒരു നഗരത്തിൽ വരുമ്പോൾ അവിടെ ആശുപത്രിയിലെ ഡോക്ടർമാരായി ജോലി ചെയ്യുന്നവർ, ശുശ്രൂഷകൾ ചെയ്യുന്നവർ, വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നവർ ഒരു നഗരത്തിൽ വരുമ്പോൾ അവർക്ക് വിശക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കണം. അതിനവരൊരു ഹോട്ടലിൽ വരും. ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, ആ ഹോട്ടലിലെ പാചകം ചെയ്യുന്നവനും വിളമ്പുന്നവനും ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. തൻ്റെ ദൈവ മക്കൾക്ക് വിശപ്പടക്കുവാൻ വേണ്ടി ഉള്ള കാര്യങ്ങളാണ് ആ ഹോട്ടലിൽ സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഹോട്ടലിലെ ശുശ്രൂഷ ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നതിന്, ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു സ്ഥലമായി മാറുകയാണ്. ഒരാൾ വസ്ത്രം തയ്ക്കുമ്പോൾ ദൈവമക്കൾക്ക് നാണം മറയ്ക്കുവാനും മാന്യമായി നടക്കുവാനും ദൈവം വസ്ത്രം തയ്ക്കുന്നവരെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ലോകത്തിൽ. അപ്പോൾ ഒരാൾ തുന്നൽക്കാരനാണെങ്കിൽ അയാൾ ആ തുന്നൽക്കാരനാകുവാൻ സ്വയം തീരുമാനിക്കുമ്പോൾ അയാൾ ദൈവത്തിൻ്റെ ഉന്നതമായ ഒരു ആഗ്രഹത്തിന് യെസ് പറയുകയാണ്. അവൻ തൊഴിൽ ചെയ്യുമ്പോൾ അവന് ശമ്പളം കിട്ടുന്നു. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തൊഴിൽ ശ്രേഷ്ഠമായി മാറുന്നത് ദൈവത്തിന് വേണ്ടി അവനത് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു തൊഴിലും ദൈവവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വചനം പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടു. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? ദൈവത്തിന് വേണ്ടി നമ്മൾ ഈ തൊഴിൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ കിട്ടുകയാണ്. ഒന്ന്,
ഈ ലോകത്തിലെ ആ തൊഴിലെടുത്തു നിന്ന് കിട്ടുന്നൊരു ശമ്പളമുണ്ട്. അതാണ് നമ്മൾ ലാഭകരമല്ല എന്ന് പറയുന്നത്. എന്നാൽ ദൈവവചനം പറയുകയാണ്, നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ആർക്കാണ്? ദൈവത്തെ എന്നതുപോലെ, ദൈവത്തെ സേവിക്കുന്നത് പോലെ സ്വന്തം തൊഴിൽ ചെയ്യുന്ന വ്യക്തിക്ക്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അവകാശം കിട്ടും. അതുകൊണ്ട് കർത്താവിൻ്റെ ഈ വചനം നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ അറിയണം, നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന കാര്യം ലാഭകരമല്ല എന്ന് പറയരുത്. കാരണം നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യാൻ വേണ്ടത്. ഇനി അടുത്തൊരു കാര്യം തൊഴിലില്ലായ്മയാണ്. സാധാരണഗതിയിൽ തൊഴിലില്ലായ്മയെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം? അതൊരു രോദനമാണ്. എനിക്ക് തൊഴിലില്ല, അപ്പോൾ ദൈവം എന്നെ ഒന്നും ഏൽപ്പിക്കുന്നില്ലല്ലോ ചെയ്യാൻ. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കാരണം തൊഴിലില്ലായ്മയെ ഡീൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഒന്ന്, നമ്മൾ മറ്റൊരു തൊഴിലിന് വേണ്ടിയുള്ള അന്വേഷണം, അതിനുള്ള തയ്യാറെടുപ്പ്, ഇതൊക്കെ നടത്തണം ആ സമയത്ത്. എന്നാൽ ആ സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു തൊഴിൽ മാറി മറ്റൊരു തൊഴിൽ വരാൻ ചിലപ്പോൾ 1 വർഷം, 2 വർഷം, ചിലപ്പോൾ കുറഞ്ഞൊരു 6 മാസം കാലഘട്ടമൊക്കെ എടുക്കാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ചില ജോലികൾക്കത്, ചില വ്യക്തികൾക്കത് സംഭവിക്കാം. ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്, തൊഴിലില്ലാതെ ദൈവം നമുക്ക് അനുവദിക്കുന്ന കാലഘട്ടം നമ്മൾക്കൊരു തൊഴിലും ഇല്ലാതിരിക്കാനുള്ള കാലഘട്ടമല്ല. ആ സമയത്താണ് നമ്മൾ ദൈവത്തിൻ്റെ തൊഴിലിൽ കൂടുതൽ വ്യാപരിക്കേണ്ടത്. അതായത് ഒരാൾ ജീവിതത്തിൽ തൊഴിലില്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് തൊഴിലിന് വേണ്ടി അന്വേഷിക്കുവാൻ അയാൾക്കൊരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാമായിരിക്കും. പക്ഷേ ബാക്കി അനേക മണിക്കൂറുകൾ അയാൾ വെറുതെ വീട്ടിൽ നിരാശയോടെ സ്വപ്നവും കണ്ട് TV കണ്ടിരിക്കുവാനല്ല. അവിടെ ദൈവത്തിൻ്റെ ഒരു വിളി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എന്താണ്? ദൈവിക ശുശ്രൂഷകളിൽ വ്യാപരിക്കുവാനുള്ളൊരു വിളി. അങ്ങനെ ദൈവം അനുവദിക്കുന്ന ആ നിസ്സാരമായ തൊഴിലില്ലായ്മയുടെ കാലഘട്ടത്തെ ദൈവത്തിന് പ്രയോജനമുള്ളതാക്കി നിങ്ങൾ മാറ്റുമ്പോൾ, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളതാക്കി നിങ്ങൾ മാറ്റുമ്പോൾ, ദൈവ ശുശ്രൂഷകളുടെ ഇടവകയിൽ, ധ്യാന ഗ്രൂപ്പുകളിൽ ദൈവ ശുശ്രൂഷയിൽ നിങ്ങൾ വ്യാപരിക്കുമ്പോൾ ആ കാലഘട്ടം മഹത്തരമായി തീരുകയും ആ തൊഴിലില്ലായ്മയുടെ കാലഘട്ടം പിന്നീട് നിങ്ങൾക്കൊരു വലിയ തൊഴിൽ കിട്ടുവാനും അത് അനുഗ്രഹപ്രദമാകുവാനും ഇടവരുകയും ചെയ്യുന്ന രീതിയിൽ. പലരും ഈ സമയത്ത് നിരാശരായി പോവുകയാണ് ചെയ്യുന്നത്. നിരാശരാകരുത്. പ്രത്യാശാഭരിതരായി നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കണം. അപ്പോൾ കർത്താവ് മറ്റൊരു തൊഴിൽ നമ്മളെ ഏൽപ്പിക്കും. അതുകൊണ്ട് തൊഴിലില്ലായ്മയും തൊഴിലും നമ്മളുടെ ജീവിതത്തിൽ പരിദേവനത്തിന് കാരണമാകരുത്. കാരണം ഇതിനെല്ലാം പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ചിലപ്പോൾ ചുരുങ്ങി ജീവിക്കേണ്ടി വരും, കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും, നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. അതൊക്കെ നമുക്ക്, നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് MBBS 5 മക്കളുണ്ട്, 5 പേര് MBBS പഠിക്കാൻ പോയാൽ നമ്മൾ കഷ്ടങ്ങൾ സ്വീകരിക്കില്ലേ? സ്വീകരിക്കും. എന്താണ് കാരണം? അതിൽ നിന്ന് പിന്നീട് നമുക്ക് പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. അതുപോലെ നമ്മൾ ചുരുങ്ങിയ ഒരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കഷ്ടങ്ങൾ വരുമായിരിക്കും. പക്ഷേ ആ കഷ്ടങ്ങൾ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന കഷ്ടങ്ങളാണ്. അത് പിന്നീട് നമുക്ക് പ്രതിഫലമായി തീരും. അവിടെ നിന്ന് മാറാനൊക്കെ ശ്രമിക്കാം, ഉയർന്ന സംവിധാനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാം. പക്ഷേ ആ ജോലി ചെയ്യുന്ന സമയം ഒരിക്കലും നിരാശപ്പെടുകയോ ആ തൊഴിലിനെ നിങ്ങൾ ഒരു മോശമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അതിനെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്യരുത്. പകരം നിങ്ങളുടെ ഏത് തൊഴിലാണെങ്കിലും ഗാംഭീര്യത്തോടെ, ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുക. നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അങ്ങ് 30 വയസ്സുവരെ തൊഴിൽ ചെയ്ത് ജീവിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, അതിനുശേഷം അങ്ങ് ഈ ലോകത്തിലേക്ക് ഇറങ്ങുകയും ഈ ലോക മനുഷ്യരോടൊപ്പമായിരിക്കുകയും ചെയ്തു. അങ്ങയുടെ ശിഷ്യന്മാരെല്ലാം അനേക കാലഘട്ടങ്ങൾ തൊഴിൽ ചെയ്ത് ജീവിച്ചവരാണ്. തൊഴിലിൻ്റെ മഹത്വം അങ്ങേക്ക് അറിയാം. അങ്ങാണ് ഞങ്ങൾക്ക് തൊഴിൽ നൽകുന്നത്. തൊഴിലില്ലാത്ത സമയവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ആ സമയം അങ്ങയുടെ ശുശ്രൂഷയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്, തൊഴിൽ അന്വേഷിക്കുന്നതിനോടൊപ്പം. അങ്ങനെ ഏത് സമയവും അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായി തൊഴിലുള്ളപ്പോഴും തൊഴിലില്ലാത്തപ്പോഴും ഞങ്ങൾക്ക് മാറുവാനായിട്ട് സാധിക്കും. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന ദുഃഖങ്ങൾ, ചർച്ചകൾ, ഇതിനെല്ലാം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഈ ദുഃഖങ്ങളും ഇതെല്ലാം മാറി വലിയ സന്തോഷം കൊണ്ട് നിറഞ്ഞ് ഹൃദയ പരമാർത്ഥതയോടെ അങ്ങയുടെ പ്രതിഫലം മാത്രം നോക്കിക്കൊണ്ട്, കർത്താവെ, അധ്വാനം ഏതും ലാഭകരമാണെന്ന് അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അങ്ങയുടെ പ്രതിഫലത്തെ നേടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.